ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ധ്യാനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 79 വരെയുള്ള തിരുവചനങ്ങളാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. ഫറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് ചെങ്കടലിൽ നശിച്ചത് കാണുകയും ഇസ്രായേൽ ജനം കടലിൻ്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ എന്ന പോലെ കടന്നു പോവുകയും ചെയ്തപ്പോൾ മോശയുടെ സഹോദരിയും പ്രവാചികയുമായിരുന്ന മിറിയാം തപ്പ് കയ്യിലെടുത്തു. സ്ത്രീകളെല്ലാവരും അതുകൊണ്ട് തപ്പുകളെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു. മിറിയാം അവർക്കൊരു പാട്ട് പാടിക്കൊടുത്തു. അവർ അത് ഏറ്റുപാടുകയും ചെയ്തു. കർത്താവിനെ സ്തുതിക്കുവിൻ, അവൻ മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവൻ കടലിലെറിഞ്ഞു. ദൈവം നൽകിയ രക്ഷ കണ്ട്, ദൈവം ഉയർത്തിയ രക്ഷയുടെ കൊമ്പുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. സക്രിയായുടെ പ്രവചന ഗീതമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ദൈവം നൽകിയ അനുഗ്രഹം തൻ്റെ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിനെ പ്രതി സക്രിയ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുന്ന സുവിശേഷ ഭാഗം. തൻ്റെ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഗാനത്തിൽ സക്രിയ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു എന്നുള്ളത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചതും രക്ഷിച്ചതും യേശുവിലൂടെയാണ്. എന്നും ദൈവത്തിൻ്റെ രീതി അതായിരുന്നു, തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നതും രക്ഷിക്കുന്നതും. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തുടക്കം മുതൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. പല രീതിയിൽ, പല വ്യക്തികളിലൂടെ, പല സമയങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നത്. എന്നാൽ യേശുവിൻ്റെ ജനനത്തിൽ അത് അന്തിമവും നിർണായകവുമായ ചുവടുവയ്പ് കൂടിയായിരുന്നു. പാപത്തിൽ അമർന്നുപോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് രക്ഷയുടെ വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. വളരെ സുന്ദരമായ ഒരു ദിവസത്തിൽ നമ്മളായിരിക്കുകയാണിന്ന്. ക്രിസ്മസ് തിരുനാളിൻ്റെ, ഈശോയുടെ ജനന തിരുനാളിൻ്റെ തലേ ദിവസം. ഇന്ന് പാതിരാത്രി നമ്മളെല്ലാവരും ദേവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് ഉണ്ണിയേശുവിൻ്റെ തിരുസ്വരൂപം അൾത്താരയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഈശോയുടെ ജനന തിരുനാളിൻ്റെ ദിവ്യബലി ഏറ്റവും സന്തോഷത്തോടുകൂടെ, ഏറ്റവും ആദരവോടുകൂടെ, നമ്മൾ വലിയ ആത്മീയ ചൈതന്യത്തോടുകൂടെ ആഘോഷിക്കും. ആ സമയം ഓർക്കുക, ഇതൊരു രക്ഷയുടെ ഓർമ്മയാണ്. ദൈവം നമ്മെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങൾ, ദുഃഖങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തെ ഗ്രസിച്ചു നിൽക്കുന്ന ഒരു നിരാശയിലൂടെ ഇന്ന് ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അൾത്താരയിലെ ഉണ്ണിയേശുവിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. അത് രക്ഷയുടെ അടയാളമാണ്. ദൈവം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്ന, ദൈവം നമ്മെ സന്ദർശിച്ചതിൻ്റെ ഓർമ്മ. എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ വഴികളിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും എന്നെ കൈപിടിച്ചു നടത്തുവാൻ എൻ്റെ ദൈവം കൂടെയുണ്ട്. ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.